ഹായ് ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്. 2026 20 എൻട്രൻസ് പരീക്ഷകൾ. ഇത് കേട്ടപ്പോൾ തന്നെ പലരും ചിന്തിച്ച കാര്യം 20 എൻട്രൻസ് പരീക്ഷകൾ ഉണ്ടോ എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ടോ, എക്സാമിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ചൊരു റിസ്ക്കിയാണ്, കാരണം 20 എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരു ചെറിയ വീഡിയോയിൽ പറയാൻ വെച്ചാൽ കുറച്ച് റിസ്ക്കിയാണ്. എന്നാലും ആ റിസ്ക് നമ്മൾ ഏറ്റെടുക്കുകയാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ആദ്യത്തെ പ്രധാനപ്പെട്ട 4 എൻട്രൻസ് ആണ്. ഇതിനെക്കുറിച്ച് അറിയാത്ത ആരും ഉണ്ടാവില്ല. ഒന്നാമത്തെ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് തന്നെ ഏകദേശം 25 ലക്ഷത്തോളം ആൾക്കാർ എഴുതും എന്ന് പ്രതീക്ഷിക്കുന്ന നമ്മുടെ നീറ്റ് പരീക്ഷയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം നോട്ടിഫിക്കേഷൻ തന്നതായിരുന്നു. ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ്ഡ് ആണ്. എക്സാം ഡേറ്റ് വരുന്നത് മെയ് 3-ാം തീയതിയാണ്. ഏതൊക്കെയാണ് കോഴ്സുകൾ വരുന്നതൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞ് വീഡിയോൻ്റെ ലെങ്ത് കൂട്ടുന്നില്ല. MBBS, BDS, ആയുർവേദ, ഹോമിയോ, അതുപോലെ തന്നെ കേരളത്തിലെ അഗ്രികൾച്ചർ, വെറ്റിനറി, ഫിഷറീസ്, ഫോറസ്റ്റ്, ഒരുപാട് കോഴ്സുകളിലെ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പരീക്ഷ നടക്കുന്നത് മെയ് 3-ാം തീയതിയാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്നതാണ് ജെയിൻ്റെ 2 സെഷനായിട്ടാണ് ജെയ് നടക്കുന്നത്, എല്ലാവർക്കും അറിയാം. അതിൽ സെഷൻ 1 കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ്. സെഷൻ 2 ഇതാ അടുത്തെത്തിക്കഴിഞ്ഞ് ഏപ്രിൽ 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ, ഏപ്രിൽ 2 മുതൽ 8 വരെ സെഷൻ 2 നടക്കുകയാണ്. ഇതിൽ സെലക്ട് ചെയ്യപ്പെടുന്ന ഏകദേശം 2.5 ലക്ഷം കുട്ടികൾക്ക്, അതായത് ആദ്യം പരീക്ഷ ഒരു 15 ലാഖ് സ്റ്റുഡൻസോളം ആദ്യം പരീക്ഷയിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന 2.5 ലക്ഷത്തോളം കുട്ടികൾക്ക് ജെയ് അഡ്വാൻസ്ഡ് മെയ് 17-ാം തീയതി നടക്കുകയാണ്. അതാണ് ജെയ്യെ കുറിച്ചുള്ള അപ്ഡേറ്റ്. മൂന്നാമതായിട്ട് മറ്റൊരു കാര്യം കീം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിന് 2-ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ, അതിന് 2-ന് ഡേറ്റ് കഴിഞ്ഞു. ഒരുപാട് പ്രാവശ്യം നിങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, അറ്റൻഡ് ചെയ്തവരുണ്ടാവും. കീം എക്സാമിനെ സംബന്ധിച്ച് നോക്കുകയാണ്. കീമിൻ്റെയും ആപ്ലിക്കേഷൻ പ്രോസസ്സ്, ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എക്സാം ഡേറ്റ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 13, 14-നൊക്കെ നമുക്ക് അതിൻ്റെ ബഫർ ഡേയ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആക്ച്വൽ എക്സാം ഡേറ്റിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഹോൾ ടിക്കറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ടൈം സ്ലോട്ട് എപ്പോഴാണെന്നുള്ളത്. ഏപ്രിൽ 17 മുതൽ 23 വരെയാണ് എക്സാംസ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാകും, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് ഏപ്രിൽ 17 മുതൽ 23 വരെയാണെന്ന് തന്നെ പറയാം. ഓക്കെ, ശരി. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വേരിയേഷൻസിന് സാധ്യത പറയുന്നത്. തീർച്ചയായിട്ടും അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമാണ് CUET ആപ്ലിക്കേഷൻ പ്രോസസ്സ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ എക്സാം ഡേറ്റ് മെയ് 11 മുതൽ മെയ് 31 വരെയാണ്. ചിലപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡേറ്റ് അവസാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട്, അയ്യോ ഞാൻ അപേക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ടാണ് ഒരുപാട് പ്രാവശ്യം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പല രീതിയിലും കിട്ടിയിട്ടുണ്ടാവും. ആ സമയത്ത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഇതൊന്നും കൂടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 1, 2, 3, 4 ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സെഷനിലേക്ക് പോവാം. അടുത്ത സെഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിൽ വരുന്നത്? ഈ സെഷനിലേക്ക് നിങ്ങൾ നോക്കുക. നമ്മുടെ കുസാറ്റ് എൻട്രൻസ് നടക്കുന്നത് മാർച്ച് 25-ാം തീയതിയാണ്. മാർച്ച് 25-ന് നടക്കുന്ന കുസാറ്റ് എക്സാമിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 25-നാണ്. എക്സാം ഡേറ്റ് മെയ് 10, 11 തീയതികളാണ്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് നോക്കുക. നിങ്ങൾ എപ്പോഴാണ് വീഡിയോ കാണുന്നത് എനിക്കറിയില്ല. മാർച്ച് 25-ാം തീയതി വരെയാണ് കുസാറ്റിൻ്റെ ആപ്ലിക്കേഷൻ. അത് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഇനിയിപ്പോൾ തുടർന്ന് മുന്നോട്ട് കിട്ടാൻ സാധ്യതയില്ല. എക്സാം ഡേറ്റ് വരുന്നത് മെയ് 10-നും 11-നാണ്. അതേപോലെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഐസറിലേക്കുള്ള പ്രവേശന പരീക്ഷ, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ അപേക്ഷ ലാസ്റ്റ് ഡേറ്റ് നടക്കുന്ന ഏപ്രിൽ 13-ാം തീയതിയാണ്. പരീക്ഷ നടക്കുന്നത് ജൂൺ 7-ാം തീയതിയാണ്. അപ്പോൾ ഐസർ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കുറച്ചും കൂടെ സമയമുണ്ട്. ഏപ്രിൽ 13 വരെ സമയമുണ്ട്. പരീക്ഷ നടക്കുന്ന ഡേറ്റ് ജൂൺ 7-ാം തീയതി. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഐസർ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? ഏപ്രിൽ 13. എക്സാം ഡേറ്റ് ജൂൺ 7-ാം തീയതിയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ CMC വെല്ലൂർ. പ്രത്യേകം ക്രിസ്ത്യൻ, നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗക്കാർക്കാണ് കൂടുതലായിട്ട് അതിൽ പ്രയോറിറ്റി കിട്ടുന്നത്. അത്തരം ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് 2 സീറ്റുകൾ മാത്രമേ ഉള്ളത്. ഇനി നിങ്ങൾക്ക് അതിന് ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാർച്ച് 30-ൻ്റെ അകം കൊടുക്കണം. പിന്നെ ഈ CMC വെല്ലൂരിലെ MBBS-ന് വേണ്ടിയിട്ട് പ്രത്യേക പ്രവേശന പരീക്ഷയില്ല. അത് നീറ്റ് സ്കോർ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ അവിടെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഏതാണ് അപ്ലൈ ചെയ്യുന്നത് അനുസരിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷ, അപ്പോൾ CMC വെല്ലൂർ MBBS-ന് പോകുന്നവരാണ്. നീറ്റ് സ്കോർ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 30-ആണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കാണ് കൂടുതൽ അതിൽ പ്രയോറിറ്റി കിട്ടുന്നതിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് ആർക്കിടെക്ചർ. നല്ല വരക്കാനൊക്കെ കഴിവുള്ള ആൾക്കാർക്ക് ആർക്കിടെക്റ്റ് ആവാനുള്ള പരീക്ഷയാണ് ബാച്ചുലർ ഓഫ് ആർക്കിടെക്ചർ, BArch പഠിക്കാനുള്ള
ആ കോഴ്സിലേക്കുള്ള എൻട്രി കിട്ടുന്നത് നാറ്റ പരീക്ഷ വഴിയാണ്. നാറ്റ എന്ന് വെച്ചാൽ അറിയാം, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ. അതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓൺഗോയിങ് ആണ്. രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. എക്സാം ഡേറ്റ് വരുന്നത് ഏപ്രിൽ 4 മുതൽ ജൂൺ 16 വരെയാണ്. പല തീയതികളായിട്ട് എനിക്കൊന്ന് വെള്ളി ശനി ദിവസങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് പരീക്ഷകൾ നടക്കുന്നത്. അത് ആ ഡേറ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കിട്ടും. ഏപ്രിൽ 4 മുതൽ ജൂൺ 16 വരെയാണ് പരീക്ഷയുടെ തീയതികൾ വരുന്നത്. അപ്പോൾ പല ഷെഡ്യൂളായിട്ട് പരീക്ഷ നടക്കുന്നുണ്ട്. അതും കൂടെ ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് അത് ചെയ്യാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് NDA കുറിച്ചാണ്. NDA 2 സെഷനായിട്ടാണ് NDA നടക്കുന്നത്. NDA 1ഉം 2ഉം കാണാൻ പറ്റുന്നുണ്ടല്ലോ. NDA 1 ഏപ്രിൽ 12-നാണ് നടക്കുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. NDA 2ലേക്ക് അപ്ലൈ ചെയ്യാം. സെപ്റ്റംബർ 13-നാണ് NDA നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ആർമി, അതേപോലെ തന്നെ എയർഫോഴ്സ്, നേവി, ഇതിലേക്കൊക്കെ നല്ല മികച്ച പോസ്റ്റിലേക്ക് എത്താനുള്ള ഒരു അസുലഭമായ അവസരമാണ് NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷ വഴി തുറന്നു കിട്ടുന്നത്. NDA 1 പരീക്ഷ ഏപ്രിൽ 12-ാം തീയതിയാണ്. ആപ്ലിക്കേഷൻ പ്രോസസ് ഒക്കെ തീർന്നു കഴിഞ്ഞു. NDA 2 പരീക്ഷ സെപ്റ്റംബർ 13-നുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കാൻ പോകുന്നതേ ഉള്ളൂ. മറ്റൊരു 2 പ്രധാനപ്പെട്ട ഡിസൈനിങ് മേഖലയിലുള്ള വളരെ കൂടുതൽ ജോലി സാധ്യതയുള്ള 2 പരീക്ഷകൾ, രണ്ടിൻ്റെയും ആപ്ലിക്കേഷൻ ഡേറ്റും എക്സാം ഡേറ്റും ഒക്കെ തീർന്നു കഴിഞ്ഞു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അതിൻ്റെ എക്സാം ഡിസംബർ 21-ാം തീയതി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. യുസീഡ് എന്ന് പറയുന്ന IIT-കളിലേക്കുള്ള ഡിസൈനിങ് പരീക്ഷയാണ്, ഡിസൈനിങ് എൻട്രൻസ് ആണ്. അതിൻ്റെ എക്സാം ജനുവരി 18-ാം തീയതി തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഈ 2 ഡിസൈനിങ് എൻട്രൻസിൻ്റെ, ഇപ്പം ഇതും ഒരു ഡിസൈനിങ് അല്ലെങ്കിൽ ആർക്കിടെക്ചറായിട്ട് കണക്ട് ചെയ്താണ് 3ഉം. പക്ഷേ ഇത് ആപ്ലിക്കേഷൻ ഇപ്പോഴും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ 2ൻ്റെയും അപേക്ഷകൾ പരീക്ഷകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ വർഷം ഇനി അതിന് സാധ്യതകളില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, VIT. ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. സ്വകാര്യ മേഖലയിലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും വളരെ കൂടുതൽ പ്ലേസ്മെൻ്റ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അതുകൊണ്ട് തന്നെ അതിന് ധാരാളം കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. മാർച്ച് 31 വരെ അപേക്ഷ കൊടുക്കാം. ഇപ്പോൾ വളരെ പുതിയ ടൈപ്പിൽ, അതായത് ഏറ്റവും പുതിയ ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ധാരാളമായിട്ട് മികച്ച ക്യാമ്പസിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്ത് അവരുടെ ക്യാമ്പസുകൾ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ചെന്നൈക്കടുത്ത് വെല്ലൂരിലാണ് ക്യാമ്പസ്, VIT വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി. അവിടെ BTech പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 31 വരെയുണ്ട്. പരീക്ഷ നടക്കുന്ന ഏപ്രിൽ 28 മുതൽ മെയ് 3-ാം തീയതി വരെയാണ് എക്സാം നടക്കുന്നത്. ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. VIT കേട്ടോ. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് ക്യാമ്പസ് നിങ്ങൾക്ക് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ബിറ്റ്സാറ്റിൻ്റെ സെഷൻ 1 നടക്കുന്നത് ഏപ്രിൽ 15-16-നാണ്. സെഷൻ 2 നടക്കുന്നത് മെയ് 24-26-ആണ്. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഈ സെഷൻ ഓവറാണ് ബിറ്റ്സാറ്റിൻ്റെ. അപ്പോൾ അതും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പരീക്ഷയുടെ ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 15-16-ആണ്. 15-16-ആണ് സെഷൻ 1. സെഷൻ 2 മെയ് 24-26-ആണ്. ഈ മെയ് 24-26 നടക്കുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏപ്രിൽ 20 വരെ അപേക്ഷ കൊടുക്കാം. ഇനി ആരെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് മെയ് 24-നും 26-നും നടക്കുന്ന പരീക്ഷ സെഷൻ 2 നിങ്ങൾക്ക് ഏപ്രിൽ 20 വരെ അപേക്ഷ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത 1, 2, 3, 4, 5, 6, 7, 8, 9 പരീക്ഷയുടെ അപ്ഡേറ്റ് ആണ് ഈ സ്ക്രീനിൽ നിങ്ങളിപ്പോഴും കാണുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് കൂടെ അതിലുണ്ട്. നമ്മുടെ നെസ്റ്റ്, അതായത് ഇപ്പോൾ കൂടുതൽ റിസർച്ച് ഫീൽഡിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു പരീക്ഷയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഐസർ. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്, നെസ്റ്റ് അല്ലേ. അപ്പം നെസ്റ്റും അതേപോലെ റിസർച്ച് ഫീൽഡിലേക്ക് പോകുന്ന കുട്ടികൾക്കുള്ള പരീക്ഷയാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ഇനിയുണ്ട്, ഏപ്രിൽ 6-നാണ്. എക്സാം ഡേറ്റ് ജൂൺ 6-നാണ്. അപ്പം നിങ്ങൾ പൊതുവേ ഒരു സാധാരണ നമ്മൾ പറയാറുണ്ട് SAS ആൻഡ് ഇപ്പോൾ ഞാനൊരു സൈലത്തിൻ്റെ ഒഫീഷ്യൽ കരിയർ ഗൈഡ് കൂടെ ആയതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയുകയാണ്. സാധാരണ ഇത് 2 രീതിയിലാണ് കുട്ടികളെ നമ്മൾ ഗൈഡ് ചെയ്യുന്നത്, SAS-ഉം MAS-ഉം. സിംഗിൾ എയിം സെലക്ഷനും മൾട്ടിപ്പിൾ എയിം സെലക്ഷനും. അതായത് ചില കുട്ടികൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ന്യൂമറിക്കൽ എബിലിറ്റിയും നല്ല അനാലിറ്റിക്കൽ എബിലിറ്റിയൊക്കെ ഉള്ള കുട്ടികൾ, അവർക്ക് ഒറ്റൊരു എയിം വെച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിൽ അവർ ചെയ്താൽ അവർ അത് നേടിയിരിക്കും. പക്ഷേ പൊതുവെ കുറച്ച് അനാലിറ്റിക്കൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി ഒക്കെ കുറവുള്ള കുട്ടികൾ, അത്ര ഹാർഡ് വർക്കിംഗ് അല്ല, കുറച്ച് മടിയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ എയിം സെലക്ഷൻ ചെയ്യണം. 2, 3, 4 എൻട്രൻസ് പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്ത് അതിൽ മുന്നോട്ട് നീങ്ങുക. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ എയിം എന്താണോ അതിന് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ മൾട്ടിപ്പിൾ എയിം സെലക്ഷൻ ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി സമാധാനം ഉണ്ടാകും. ഈ എൻട്രൻസ് അല്ലെങ്കിൽ ഈ എൻട്രൻസ്, അതല്ലെങ്കിൽ അത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ MAS മൾട്ടിപ്പിൾ എയിം സെലക്ഷനിൽ കൊടുക്കാൻ പറ്റുന്ന കുറേ എൻട്രൻസുകളും കൂടി ഇതിലുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ചിലതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ഇപ്പോഴും കൊടുക്കാൻ വേണ്ടി പറ്റും. അതിൽ ആദ്യത്തെ ഉദാഹരണമാണ് നെസ്റ്റ്. ഏപ്രിൽ 6 വരെയാണ് നെസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. പരീക്ഷ നടക്കുന്നത് ജൂൺ 6. എന്തിനാണ് നെസ്റ്റ് എക്സാം എഴുതുന്നത്? സയൻറ്റിസ്റ്റ് ആവുക എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്ന കുട്ടികൾക്കാണ്. അതേപോലെ തന്നെ
മാത്തമെറ്റിക്സിനും സ്റ്റാറ്റിൻ്റെയും ഉയർന്ന പഠനം, അതായത് ഉന്നത പഠനം നടത്താൻ സഹായിക്കുന്ന ചെന്നൈ മാത്തമെറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏപ്രിൽ 4 വരെ അപേക്ഷ കൊടുക്കാം. അതിൽ BSc ഹോണേഴ്സ് മാത്തമെറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെയാണ് പ്രധാനം അവിടെ പഠിക്കാൻ സാധിക്കുക, ക്യാമ്പസിൽ പഠിക്കാൻ സാധിക്കുക. എൻ്റെ പരീക്ഷ നടക്കുന്ന മെയ് 2-ാം തീയതിയാണ്. അപ്പോൾ മാത്തമെറ്റിക്സ്, കമ്പ്യൂട്ടിങ് ഇതൊക്കെ ആയിട്ട് നല്ല താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഏപ്രിൽ 4 വരെ സമയമുണ്ട്. ചെന്നൈ മാത്തമെറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് BSc ഹോണേഴ്സ് കോഴ്സുകളാണ് പ്രധാനമായിട്ട് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുക. അത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കണം. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. CMI ആപ്ലിക്കേഷൻ 2026 അടിച്ചാൽ തന്നെ കിട്ടും. അതുകൊണ്ട് ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റ് ഞാൻ കൂടുതലായിട്ട് പറയാത്ത അതുകൊണ്ടാണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് കിട്ടും. അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ കർണാടകയിലെ മണിപ്പാലിൻ്റെ എൻട്രൻസിൻ്റെ 2 സെഷൻ, ആദ്യത്തെ സെഷൻ നടക്കുന്നത് ഏപ്രിൽ 13 മുതൽ 14 വരെയാണ്. രണ്ടാമത്തെ സെഷൻ മെയ് 23 മുതൽ 24 വരെയാണ്. അപ്പോൾ മണിപ്പാൽ, അതായത് സ്വകാര്യ മേഖലയിൽ താരതമ്യേന കൂടുതൽ ഫീസുള്ള കോളേജാണ് മണിപ്പാലിൻ്റെ. ഒരുപാട് കോഴ്സുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ തന്നിരിക്കുന്നത്. സെഷൻ 1 എക്സാം ഏപ്രിൽ 13 to 14, സെഷൻ 2 എക്സാം മെയ് 23 to 24 നടക്കുന്നത്. അതേപോലെ തന്നെ സ്വകാര്യ മേഖല ഡീംഡ് യൂണിവേഴ്സിറ്റിയായ മറ്റൊരു പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് ക്യാമ്പസാണ് അമൃത. അമൃതയിൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല ഒരുപാട് മറ്റു കോഴ്സുകളുണ്ട്. അമൃതയുടെ സെഷൻ 1 അവസാനിച്ച് കഴിഞ്ഞു. സെഷൻ 2 ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 15 സെഷൻ 2-ന് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 15 സെഷൻ 2 എക്സാം നടക്കുന്ന ഏപ്രിൽ 24 മുതൽ 30 വരെയാണ്. സെഷൻ 2-ന്റെ ലാസ്റ്റ് ഡേറ്റ് അമൃതാനന്ദമയിൻ്റെ കോളേജാണ്, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ. അപ്പം നമ്മുടെ കോയമ്പത്തൂർ എട്ടിമടയിലുണ്ട്, അതുപോലെ തന്നെ കൊല്ലം അമൃതപൂരിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമ്പസുകളിൽ ഏത് കോഴ്സ് അതിൻ്റെ പ്രോസ്പെക്ട്സ് വിശദമായിട്ട് നോക്കാം. ഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ഏപ്രിൽ 15-ൻ്റെ ഉള്ളിൽ അപേക്ഷ കൊടുക്കണം. അതേപോലെ തന്നെ എക്സാം വരുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 24 to 30. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് ആണ് എയിംസിൻ്റെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ. എയിംസിന് സെപ്പറേറ്റ് ആയിട്ട് MBBSന് വേണ്ടിയിട്ട് എൻട്രൻസ് പരീക്ഷ ഇല്ല. അത് നീറ്റ് സ്കോർ വഴിയാണ് പോകുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എയിംസിൽ നഴ്സിംഗിനും പാരാമെഡിക്കലിനും സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ ഏപ്രിൽ 8 മുതൽ മെയ് 7 വരെയാണ്. തുടങ്ങാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. എക്സാം ഡേറ്റ് വരുന്നത് ജൂലൈ 4-നാണ്. അപ്പോൾ എയിംസിലുള്ള നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ എൻട്രൻസിന് അപേക്ഷിക്കാം, സമയമുണ്ട്. അതേപോലെ തന്നെ കർണാടകത്തിലെ UGCET അല്ലെങ്കിൽ KCET എന്ന് പറയുന്ന അവിടുത്തെ മാനേജ്മെൻറ്റ്, അതായത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ചില കുട്ടികൾക്കൊഴികെ, അതായത് ഹോസ്ദുർഗ് താലൂക്കിലുള്ള കുട്ടികൾക്കൊഴികെ മറ്റുള്ളവർക്ക് അവിടുത്തെ മാനേജ്മെൻറ്റ് സീറ്റുകളിലാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക. അതിൻ്റെ അപേക്ഷയുടെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ മുമ്പേ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നതായിരുന്നു. പരീക്ഷ നടക്കുന്നത് ഏപ്രിൽ 23 to 24. പിന്നെ നമുക്ക് തമിഴ്നാട്ടിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് അപേക്ഷ കൊടുക്കാനുള്ള TNMedicalSelection.net അതിൻ്റെ അപേക്ഷകൾ മെയ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്ക് എക്സ്പെക്ട് ചെയ്യാണ്. ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ TNMedicalSelection.net എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ നീറ്റ് പരീക്ഷ എഴുതിയിട്ട് തമിഴ്നാട്ടിലെ മാനേജ്മെൻറ്റ് സീറ്റ് MBBSലേക്കുള്ള അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെയാണ് ഇതിൽ നടക്കുന്നത്. അത് നമ്മൾ മെയ് ലാസ്റ്റ് വീക്ക് ജൂൺ ഫസ്റ്റ് വീക്കിൽ എക്സ്പെക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ 20 എൻട്രൻസിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പോൾ ഏതെങ്കിലും എൻട്രൻസിൻ്റെ ഡീറ്റെയിൽസോ അപ്ഡേറ്റോ കിട്ടണമെങ്കിൽ ഒന്നും കൂടെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലേക്ക് വരിക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കരുതിയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.